കേരളത്തിലെ മാധ്യമ വിലക്കിൽ ആശങ്ക അറിയിച്ച് രാഷ്ട്രപതി പ്രണബ് മുഖർജി. രാജ്യത്ത് ഒരിടത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് രാഷ്ട്രപതി ആശങ്ക അറിയിച്ചു. മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട മാധ്യമ ഉടമകളും പത്രാധിപരും രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയപ്പോഴായിരുന്നു പ്രണബ് മുഖർജിയുടെ പ്രതികരണം. കേരളത്തിൽ കോടതികളിലെ മാധ്യമ വിലക്കിൽ വലിയ ആശങ്കയാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി രേഖപ്പെടുത്തിയത്. രാജ്യത്തൊരിടത്തും പ്രത്യേകിച്ച് കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇതെന്ന് രാഷ്ട്രപതി ആശങ്ക അറിയിച്ചു. മാധ്യമ സ്ഥാപനോടമകളും പത്രാധിപരും രാഷ്ട്രപതിയെ നിലവിലെ സാഹചര്യം ധരിപ്പിച്ചപ്പോഴായിരുന്നു പ്രണബ് മുഖർജിയുടെ പ്രതികരണം. ഇന്ത്യയിലും അതും കേരളത്തിൽ ഉണ്ടാവരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൺസേൺ. നേരത്തെ പ്രശ്നം പരിഹരിക്കുമെന്ന് സുപ്രീം കോടതി ജസ്റ്റിസ് കുര്യൻ ജോസഫും അറിയിച്ചിരുന്നു. ചീഫ് ജസ്റ്റിസിനോടും 8 ജഡ്ജിമാരോടും ഇക്കാര്യം ധരിപ്പിച്ചിരുന്നതുമാണ്. ഈ ധാരണയിൽ ഹൈക്കോടതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ അഭിഭാഷകർ വീണ്ടും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മാധ്യമ പ്രതിനിധികൾ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വാശ്രയ പ്രശ്നത്തിൽ UDF MLA-മാരുടെ നിരാഹാര സമരം പിൻവലിക്കാൻ തീരുമാനം. ഇക്കാര്യത്തിൽ UDF-ൽ ധാരണയായി. നിരാഹാരം ഇരുന്ന MLA-മാർക്ക് വൈകിട്ട് സ്വീകരണം നൽകാനും UDF യോഗത്തിൽ തീരുമാനമായി. നിയമസഭ 11 ദിവസത്തേക്ക് സമ്മേളിക്കാത്തതിനാൽ സമരം അവസാനിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്വാശ്രയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ പ്രഖ്യാപനങ്ങളൊന്നും ഇന്നുണ്ടായിട്ടില്ല. പ്രഖ്യാപനങ്ങളില്ലാതെ തന്നെ MLA-മാർ നിയമസഭയിൽ നടത്തുന്ന നിരാഹാര സമരം പിൻവലിക്കാൻ UDF യോഗം തീരുമാനിക്കുകയായിരുന്നു. 2 കാരണങ്ങളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. 11 ദിവസം നിയമസഭ സമ്മേളിക്കാത്ത സാഹചര്യത്തിൽ സമരം തുടരുന്നത് നിരർത്ഥകമാണ്. ഈ മാസം 7-ാം തീയതി പ്രവേശന നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ സമരത്തിന് പ്രസക്തിയില്ല. സഭാസമ്മേളനം അവധിയായതുകൊണ്ട് മാത്രം സമരം പിൻവലിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി ഇങ്ങനെ: 11 ദിവസക്കാലം നിയമസഭയില്ല എന്നുള്ളത് പിന്നെ നിയമസഭയില്ലാത്തപ്പോൾ അതല്ല, 11 ദിവസക്കാലം നിയമസഭയില്ലാത്തപ്പോൾ നിയമസഭാ കവാടത്തിൽ സത്യാഗ്രഹം നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ബദൽ ആലോചിച്ചല്ലോ. കാരണം പൂജാ ഹോളിഡേയ്സ് മറ്റു കാര്യങ്ങളാണ് 11 ദിവസക്കാലം. ആ സമയത്ത് അവർ നിയമസഭയിൽ ഇരിക്കണമെന്ന് പറയുന്നതിനോട് ആർക്കും യോജിപ്പില്ല. പാർലമെന്ററി പാർട്ടി യോഗത്തിലും റോജി എം ജോണും VT ബലറാമും നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശമുയർന്നിരുന്നു. ഇതും UDF പരിഗണിച്ചു. സമരം ഈ രീതിയിൽ തുടരുന്നതിലെ അഭിപ്രായ വ്യത്യാസവും പെട്ടെന്നുള്ള തീരുമാനത്തിന് കാരണമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ പ്രശ്നത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ പിരിഞ്ഞു. ഇന്നത്തെയും നാളത്തെയും സഭാ നടപടികൾ വെട്ടിച്ചുരുക്കിയാണ് സഭ പിരിഞ്ഞത്. 12 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ മാസം 17-ന് സഭ പുനരാരംഭിക്കും. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. രാവിലെ 8:30-ന് സഭാസമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക് ഇരച്ചിറങ്ങി. പ്ലക്കാർഡുകളും ബാനറുകളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശൈലി മാറ്റണമെന്നാവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന്റെ ബാനർ സ്പീക്കറുടെ മുഖത്തിനു നേരെ വരെ ഉയർത്തുന്നിടത്തോളം എത്തി കാര്യങ്ങളുടെ പോക്ക്. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് സഭാവേദി. സഭയിൽ അത് ശക്തമായി ഉന്നയിക്കാം, സമരം പുറത്തു തുടരാം. പക്ഷെ സഭ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത ഈ രീതി ഒട്ടും ശരിയല്ല. ദയവായി സഹകരിക്കണം. ബഹളം അനിയന്ത്രിതമായതോടെ സഭ താൽക്കാലികമായി നിർത്തിവെച്ച് സ്പീക്കർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് 9:30-ന് സഭ പുനരാരംഭിച്ചെങ്കിലും ബഹളം മൂലം സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെ ധനാഭ്യർത്ഥന ചർച്ചകൾ അടിയന്തരമായി പൂർത്തിയാക്കി. ഇന്നത്തെയും നാളത്തെയും സഭാസമ്മേളനം വെട്ടിച്ചുരുക്കി. ഇനി പൂജാ അവധിക്ക് ശേഷം ഒക്ടോബർ 17-ന് മാത്രമേ സഭ ചേരൂ. വാർത്താമാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രിയെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. മുഖ്യമന്ത്രി പറയുന്നത് വളരെ വളരെ നട്ടാൽ കുരുക്കാത്ത, ചെന്ന ഉടനെ തന്നെ മാനേജ്മെന്റുകളെ അദ്ദേഹം വെറുത്ത് കാണിയത്. നിങ്ങൾ കച്ചവടക്കാരാണ്, നിങ്ങൾക്ക് എപ്പോഴും അഭിപ്രായം മാറാം എന്ന് പറഞ്ഞ് അവരെ വളരെ മോശമായി അവർക്ക് നേരെ കുതിര കയറിയാണ് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. AKG സെന്ററിൽ നിന്ന് അവർക്ക് ഫോൺ ചെയ്തിരുന്നു. ഒരു കാരണവശാലും ഫീസ് കുറയ്ക്കത്തില്ലെന്ന് ഫോൺ പോയിരുന്നു. ആരാ ഫോൺ ചെയ്തത്? നിങ്ങൾ അന്വേഷിക്കുക. മാനേജ്മെന്റുകൾ തങ്ങൾക്ക് നൽകിയ ഉറപ്പിൽ നിന്നും പുറകോട്ട് പോയതായി പ്രതിപക്ഷ നേതാക്കൾ ഒടുവിൽ സമ്മതിച്ചു. മാനേജ്മെൻറ്റുകൾ ഈ കാര്യത്തിൽ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞ് അതിൻ്റെ ചൂടാർന്നതിൻ്റെ മുമ്പ് പറഞ്ഞുകൊണ്ട് എല്ലാം ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത് ശരിയല്ല. മാനേജ്മെൻറ്റുകൾ പറഞ്ഞ വിരുദ്ധമായിട്ട് അവരെന്നെ പറഞ്ഞു. UDF യോഗത്തിന് മുന്നോടിയായി കോൺഗ്രസ് MLA-മാർ പ്രതിപക്ഷ നേതാവിൻ്റെ മുറിയിൽ പ്രത്യേക യോഗവും ചേർന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സ്വാശ്രയ മെഡിക്കൽ ഫീസ് സംബന്ധിച്ച നിയമസഭയിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫീസ് കുറയ്ക്കാമെന്ന് മാനേജ്മെന്റുകൾ അറിയിച്ചിട്ടില്ല. പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യങ്ങളിലെല്ലാം ഏറെക്കുറെ സമവായം ആയതാണ്. സർക്കാരിന് ഏതുവരെ പോകാനാകുമെന്ന് പ്രതിപക്ഷത്തിന് അറിയാമെന്നും തന്നെ ആക്ഷേപിച്ചതുകൊണ്ട് പ്രശ്നം തീരുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിന് ലിമിറ്റ് ഉണ്ടെന്നുള്ളത് ഓർമ്മിക്കുന്നത് നല്ലതാണ്.
സഭാതലത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരവേ നാളത്തെ സഭാ സമ്മേളനം ഒഴിവാക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയത്. പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോഴെല്ലാം ചർച്ച നടത്താൻ സർക്കാർ തയ്യാറായതാണ്. സർക്കാരിന് ഏതുവരെ പോകാനാകുമെന്ന് സമരം ചെയ്യുന്നവർക്ക് തന്നെ അറിയാം. എന്നിട്ടും പ്രതിപക്ഷം സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുന്നത് തുടരുകയാണ്. ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങളിലും ഏറെക്കുറെ സമവായമായി. സമരം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പിന്നീട് നാം ചർച്ച ചെയ്തത്. എന്നാൽ സമരം തുറന്നു നടത്താൻ അതിന്റെ ശേഷവും തീരുമാനിക്കുകയാണ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷണമെന്ന പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചു. പരിയാരത്ത് വിദ്യാർത്ഥികൾക്ക് അധിക ബാധ്യതയുണ്ടാവില്ലെന്നും വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഫീസിളവ് നൽകാമെന്ന് മാനേജ്മെന്റുകൾ പറഞ്ഞിട്ടില്ലെന്നും അവർക്ക് പുതിയ നിർദ്ദേശങ്ങളൊന്നും മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾക്ക് നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യോഗം വിളിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? വീണ്ടും ഞാൻ ചോദിച്ചു. ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് സാറേ യോഗം തുറന്നു പോകുക? ഞാൻ പറഞ്ഞിരുന്നു, ഗവൺമെന്റിന്റേതായ ഒരു നിർദ്ദേശവും അങ്ങോട്ട് വെക്കില്ല. അവര് നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാകും. സർക്കാരിന് വേണ്ടി ഞാൻ പറഞ്ഞ വാക്കിൽ അണുകിട മാറ്റമുണ്ടായിട്ടില്ല. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും? യോഗത്തിൽ ആരോഗ്യമന്ത്രിയെയും ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെയും താൻ ശാസിച്ചെന്നത് കെട്ടുകഥയാണെന്നും ഇക്കാര്യത്തിൽ സർക്കാരും മുന്നണിയും ഒറ്റക്കെട്ടാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പിടിവാശിയും ദുർവാശിയും തനിക്കല്ല, പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾക്കാണെന്നും അത് തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. അവയവദാന പരാമർശത്തിൽ മാത്യു അച്ചാടനോട് ക്ഷമ ചോദിച്ച നടൻ ശ്രീനിവാസൻ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരാമർശം നടത്തിയത് എന്നും സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ശ്രീനിവാസൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എറണാകുളം പ്രസ് ക്ലബ്ബിലാണ് അവയവദാനം തട്ടിപ്പാണെന്ന് നടൻ ശ്രീനിവാസൻ പറഞ്ഞത്. ഹെലികോപ്റ്ററിൽ ഹൃദയം കൊണ്ടുവന്നതിന് വാർത്താ പ്രാധാന്യം കിട്ടിയെന്നും ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുമായിരുന്നു ശ്രീനിവാസന്റെ വാക്കുകൾ. എന്നാൽ ഇതിനു പിന്നാലെ ശ്രീനിവാസന്റെ മറുപടിയുമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മാത്യു അച്ചാടൻ രംഗത്തെത്തിയിരുന്നു. താങ്കൾ പരിഹസിക്കുന്ന ആൾ ഞാനാണ് എന്ന് മാത്യു അച്ചാടൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തരം നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്തി കരുണ പറ്റാത്ത മനസ്സുകളുടെ പ്രകാശം ഊതിക്കെടുത്തരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. താങ്കളുടെ പ്രസ്താവന അവയവം ദാനം ചെയ്ത് മാതൃകയായവരെയും അത് സ്വീകരിച്ച് പൊതുജീവിതം നയിക്കുന്ന തന്നെപ്പോലുള്ളവരെയും ഏറെ സങ്കടപ്പെടുത്തുമെന്നും മാത്യു അച്ചാടൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കാര്യങ്ങൾ അന്വേഷിച്ചും പഠിച്ചും മനസ്സിലാക്കിയും പൊതുവേദികളിൽ അവതരിപ്പിക്കണമെന്ന് താങ്കളെപ്പോലുള്ള ഒരാളോട് പറയേണ്ടി വരുന്നതിൽ തനിക്ക് ഖേദമുണ്ട്. മരണത്തിനു മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും മക്കളുടെ അവയവങ്ങൾ ദാനം ചെയ്ത മാതാപിതാക്കളുടെ നാടാണിതെന്നും മാത്യു അച്ചാടൻ ഫേസ്ബുക്കിൽ വികാരനിർഭരമായി കുറിച്ചു. അച്ചാടന്റെ FB പോസ്റ്റിന് പിന്നാലെയാണ് ശ്രീനിവാസൻ ഖേദപ്രകടനം നടത്തിയത്. തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരാമർശം നടത്തിയതെന്നും സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ശ്രീനിവാസൻ പറഞ്ഞു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റായി പോയി എന്നുള്ളതാണ് എനിക്ക് പറ്റിയ വീഴ്ച എന്ന് പറയുന്നത്. അതാണ് ഞാൻ അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുന്നത്. ഫേസ്ബുക്കിൽ മാത്യു അച്ചാടൻ താൻ കാർ ഓടിക്കുന്ന വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. ദേശീയ കലാസംസ്കൃതി മിനി സ്ക്രീൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കൈരളി ടിവിക്ക് 3 അവാർഡുകൾ ലഭിച്ചു. ജനപ്രിയ താരമായി അനീഷും മികച്ച നടിയായി അനു ജോസഫും തെരഞ്ഞെടുക്കപ്പെട്ടു. കാര്യം നിസാരത്തിലെ അഭിനയമാണ് ഇരുവരെയും പുരസ്കാരത്തിന് അർഹരാക്കിയത്. സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് നാദിർഷ അർഹനായി. മണിമേളത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം. ഈ മാസം 18-ന് കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മമ്മി സെഞ്ചുറി, നാസർ കടവിൽ, PA അലക്സാണ്ടർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വർഷത്തെ സ്വരലയ കലാമണ്ഡലം രാമൻകുട്ടി നായർ പുരസ്കാരം പാലക്കാട് നടന്ന ചടങ്ങിൽ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ രമേശ് നാരായൺ ഏറ്റുവാങ്ങി. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിച്ചത്. സ്വരലയ പ്രസിഡന്റ് NN കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി TR അജയൻ, സാഹിത്യകാരൻ PT നരേന്ദ്രമേനോൻ, കൂടിയാട്ടം കലാകാരൻ ശിവൻ നമ്പൂതിരി, മണ്ണൂർ രാജകുമാരനുണ്ണി, ആശാ മേനോൻ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് രമേശ് നാരായണനും കുടുംബവും അവതരിപ്പിച്ച സംഗീത കച്ചേരിയും ഉണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് 2014 ഏർപ്പെടുത്തിയ വാങ്ങൽ നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്വർണ്ണ വ്യാപാരികളുടെ സംഘടനകൾ രംഗത്ത്. 2014 ധനകാര്യ നിയമം ഭേദഗതി ചെയ്തപ്പോൾ സംഭവിച്ച അച്ചടി പിശക് മൂലം സ്വർണ്ണ വ്യാപാരികൾക്ക് 2200 കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടായതായി വ്യാപാരികൾ പറയുന്നു. സ്വർണ്ണ വ്യാപാര മേഖലയെ ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പ്രതിസന്ധി ബാധിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു.